ബാറ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് ലൂസായി തുടങ്ങും. അപ്പോഴത്തേക്കും ലൂസായ കുക്കറിൻ്റെ ബാർ വെച്ചിട്ട് നമ്മൾ ഫുഡ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 4 സൈഡിൽ നിന്നും പുറത്തോട്ടേക്ക് വെള്ളം പോവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലൂസായ ബാറ് വീണ്ടും റീഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ബാറ് കുറച്ച് സമയത്തേക്കൊന്ന് ഫ്രീസറിൽ സൂക്ഷിക്കുക. ഫ്രീസറിൽ സൂക്ഷിച്ചതിന് ശേഷം, അതായത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ബാറ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് യൂസ് ആവും. അരി വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൽ വണ്ടും ഇൻസെക്ട്സ് ഒക്കെ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അല്പം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസെക്ട്സ് ഒന്നും വരില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ വേപ്പിൻ്റെ ഇല കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ ബേ ലീവ്സ്, വയന ഇല ഇട്ട് കൊടുത്താലും മതി. ഒരു ഇൻസെക്ട്സോ വണ്ടോ ഒന്നും വരില്ല. അരി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ നെക്സ്റ്റ് ടിപ്സ്, ഓയിൽ ഹോട്ടായോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വുഡൻ സ്പാച്ചില ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും അതിൽ നിന്ന് ബബിൾസ് ഇങ്ങനെ വരും, എങ്കിൽ ആ ഓയിൽ നല്ല ഹോട്ടായി എന്നാണ്. ഇതുപോലെ നമ്മൾ ബോട്ടിലിൽ എന്ത് വാങ്ങിയാലും, ബോട്ടിലുള്ള സോസ് ആയാലും വേറെ എന്തായാലും, അത് എന്നാണോ നമ്മളത് ഓപ്പൺ ചെയ്യുന്നത് ആ ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ് ഇതുപോലെ ഒരു പേപ്പറിൽ നമ്മൾ എഴുതി അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാണോ കറക്റ്റായിട്ട് അത് ഓപ്പൺ ചെയ്ത ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സെല്ലോ ടേപ്പ്, ആ സെല്ലോ ടേപ്പിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് എന്നാണ് ഓപ്പൺ ചെയ്തതെന്ന് കറക്റ്റ് ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ ഇതുപോലെ മസാല വാങ്ങി ഒരേ ബോട്ടിലിൽ സൂക്ഷിക്കുമ്പോൾ അത് ഏത് മസാലയാണെന്ന് കൺഫ്യൂഷൻ ആയിട്ടിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് മസാലയാണോ നമ്മൾ വാങ്ങുന്നത് ആ മസാലയുടെ നെയിമും അതിൻ്റെ എക്സ്പയറി ഡേറ്റും കട്ട് ചെയ്ത് ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഈ ബോട്ടിലിൻ്റെ പുറത്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. കൊല്ലം നമ്മളിപ്പോൾ പരിപ്പ് വയ്ക്കുകയാണെങ്കിലും സാമ്പാറൊക്കെ വെക്കുമ്പോഴത്തേക്കും ഈ ബാറിനിടയിൽ ഒരുപാട് വെള്ളം പുറത്ത് പോകും. അപ്പോൾ അത് വിസിലൂടെ ആണെങ്കിലും വെള്ളം പുറത്ത് പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഓയിൽ ഈ ബാറിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും വേണ്ട. ഈ വിസിലിൻ്റെ ഭാഗത്തും പ്രഷർ വരുന്നത് അവിടെയും ഈ പുറത്തും ഇത്രയും മാത്രം നമ്മളൊന്ന് നല്ലതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പിന്നീട് പുറത്തേക്ക് വെള്ളം വരില്ല. ഓയിൽ നമ്മൾ എന്തെങ്കിലും ഫ്രൈ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫുഡിൽ ഒരുപാട് ഓയിൽ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 2 പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ഇനി നമ്മൾ എന്തെങ്കിലും ഓയിൽ ഫ്രൈ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡിൽ ഒരുപാട് ഓയിൽ അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മല്ലിയില നമ്മൾ പുറത്ത് വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചാലും 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് വാടി തുടങ്ങും. പക്ഷേ ഫ്രഷ് ആയിട്ട് തന്നെ 1 വീക്കിൽ കൂടുതൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു വഴിയുണ്ട്. ഇതുപോലൊരു ന്യൂസ് പേപ്പറിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് റോൾ ചെയ്ത് വെക്കണം. 2 സൈഡിലും ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. 1 വീക്കിൽ കൂടുതൽ ഫ്രിഡ്ജിൽ നമുക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് ടിപ്സ്, നമ്മൾ ഇതുപോലുള്ള ന്യൂ വെസൽസ് വാങ്ങുമ്പോഴത്തേക്കും അതിൽ ഇതുപോലുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാകും. ആ സ്റ്റിക്കർ നമ്മൾ എത്ര കൈവച്ച് എടുക്കാൻ നോക്കിയാലും ഇളകി വരില്ല. അങ്ങനെ ഇളക്കാൻ ശ്രമിച്ചാലും അത് ഗമ്മ് അങ്ങനെ അതിൽ തന്നെ ഫിക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. ആ വെസലൊന്ന് ചൂടാക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലൊരു സ്പാച്ചില വെച്ച് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അതങ്ങ് ഇളകി വരും. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ മാത്രമല്ല, സ്റ്റീൽ വെസൽസിലായാലും അലുമിനിയത്തിലായാലും ഒക്കെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. മിക്സി ജാറിൻ്റെ ബ്ലേഡ് ഷാർപ്പ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് തന്നെ മിക്സി ജാറിൻ്റെ ബ്ലേഡ് ഷാർപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. വേറെ ഒന്നും വേണ്ട, കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സോൾട്ടിനെ നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ മിക്സി ജാറിൻ്റെ ബ്ലേഡ് നല്ല ഷാർപ്പായിട്ട് വരും. ഞാനിപ്പോൾ സോൾട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ബ്ലേഡ് നല്ല ഷാർപ്പായിട്ട് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
മിക്സിയിൽ നമ്മൾ ദോശമാവ് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് നല്ല പുളിപ്പായിട്ടായിരിക്കും ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ മിക്സിയിൽ നമ്മൾ ദോശമാവ് ഉണ്ടാക്കുമ്പോഴത്തേക്കും മാവ് നല്ല ചൂടായിട്ടായിരിക്കും വരുന്നത്. ചൂടായിട്ട് വരുന്ന ആ മാവ് ഉറപ്പായിട്ടും 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ പുളിച്ചും പോകും. പിറ്റേ ദിവസത്തേക്ക് നമുക്കത് എടുക്കാനും പറ്റില്ല, 2 ദിവസം കഴിഞ്ഞ് നമുക്കത് യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് മിക്സിയിൽ നിങ്ങൾ ദോശമാവോ അപ്പത്തിൻ്റെ മാവോ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഐസ് വാട്ടർ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും മാവ് ചൂടാവില്ല, നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ദോശമാവ് യൂസ് ചെയ്യാം. സാധാരണ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് വുഡൻ സ്പാച്ചില. ഈ വുഡൻ സ്പാച്ചിലയിൽ പെട്ടെന്ന് ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓയിൽ ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ച് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം. മാസത്തിൽ 1 തവണ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വുഡൻ സ്പാച്ചിലെല്ലാം ഫ്രഷ് ആയിട്ട് പുതിയതായിട്ട് വാങ്ങിയതുപോലെ തന്നെ ഇരിക്കും. ഇതുപോലെ പുതിയതുപോലെ തന്നെ വുഡൻ സ്പാച്ചില നമുക്ക് സൂക്ഷിക്കാം. ഇത്രയും ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിലെ ഒരു ടിപ്സ് എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയോ ടിപ്സോ ഒക്കെ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.